ഹലോ കൂട്ടുകാരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. 2025 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഡെവിൾസ് ബ്രൈഡ് എന്ന് പറയുന്ന സിനിമ കൂട്ടുകാർ ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമയാണ് ഇതെന്ന് വിചാരിച്ചിട്ട് ഞാനിത് റെക്കോർഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡബ് ചെയ്തില്ല. ഒട്ടുമിക്ക ചാനലുകളും ഈ ഒരു സിനിമ ഇട്ടിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ രണ്ടിന്റെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മാറിപ്പോയതാണ്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന സിനിമയുടെ പേര് ഡിമോൺസ് ബ്രൈഡ് എന്നും മറ്റേ സിനിമയുടെ പേര് ഡെവിൾസ് ബ്രൈഡ് എന്നുമാണ്. ഇതുവരെ ആരും മലയാളം എക്സ്പ്ലനേഷൻ ഈ ഒരു സിനിമയുടെ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ തുടങ്ങല്ലേ? ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു മന്ത്രവാദിനി ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ഒരു കോഴിയുടെ കരളിങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ്. ശേഷം അവളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഒരു മണവാട്ടിയുടെ രൂപത്തില് ഒരു മണിയറയിലേക്ക് ആനയിക്കുന്നു. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പിശാച് വരികയാണ്. എന്നിട്ട് ആ ഒരു പിശാച് ഈ ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കഥ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ദേ ആ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ റാൻഡി, കഥാനായിക. തൊട്ടപ്പുറത്തിരിക്കുന്നത് സിറ്റി. ഇവരിപ്പോ നേരെ പോകുന്നത് മാർക്കറ്റിലേക്കാണ്. അവിടെ ഒരു ചിക്കൻ ഷോപ്പ് ഉണ്ട് ഇവർക്ക്. ഹാജി എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ ചിക്കൻ വാങ്ങാൻ വന്നിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി മുൻകൂട്ടി നമ്മുടെ റാൻഡി എടുത്തു വെച്ച ചിക്കൻ ഗർഭിണിയായ സീത്തി മറ്റാർക്കോ എടുത്തു കൊടുത്തു. പക്ഷെ അവൾ അത് സമ്മതിക്കൊന്നുമില്ല. എനിക്കറിയാമോ ഇത് മറ്റൊരാൾക്ക് എടുത്തു വെച്ചാണെന്ന്. ഇതാണ് ഗീത, റാൻഡിയുടെ ഹസ്ബൻഡിന്റെ അനിയത്തിയാണ്. മിക്ക കുടുംബങ്ങളിലും ഉള്ളതുപോലെ തന്നെ അമ്മായിമ്മ പോര് ഇവിടെയുമുണ്ട്. ഇവിടുത്തെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാൻഡിയെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതാണ് റാൻഡിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ബോവോ. അടുത്തതായിട്ട് നമ്മുടെ ബോവോയുടെ അനിയനായിട്ടുള്ള ബേയു. അവന്റെ പണി എന്ന് പറയുന്നത് കോഴിപ്പോരാണ്. ഏത് സമയം അവന്റെ കയ്യിലൊരു പൂവൻകോഴി ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ റാൻഡിയുടെ മകളായിട്ടുള്ള നീനയാണ്. രാവിലെ പ്രഭാത ഭക്ഷണം ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശന്ന് വരഞ്ഞ് അവൾ ടേബിളിൽ ഇരിക്കുകയാണ്. വീട്ടിലെ 3 പെൺകുട്ടികളും ഇപ്പോൾ ചിക്കൻ ഷോപ്പൊക്കെ അടച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറ്റം പറയുന്നത് നമ്മുടെ റാൻഡിയെ മാത്രമാണ്. ചുരുക്കി പറഞ്ഞ മരുമകളായിട്ടുള്ള റാൻഡിയുടെ മേലിലാണ് എല്ലാ ഉത്തരവാദിത്വവും ഇവർ അടിച്ചേൽപ്പിക്കുന്നത്. ഈ അമ്മായിമ്മ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് റാൻഡിയെ എപ്പോഴും കുറ്റപ്പെടുത്തും. ഭർത്താവായിട്ടുള്ള ബോവോ ഒരക്ഷരം മിണ്ടില്ല. ഇന്നിപ്പോ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാത്തതിനാണ് വഴക്ക് പറയുന്നത്. 2 പെൺകുട്ടികൾ വേറെയും ഈ ഒരു വീട്ടിലുണ്ട്. എന്നിട്ടും റാൻഡിയെ മാത്രമാണ് ഈ അമ്മായിമ്മ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ചിക്കൻ ഷോപ്പിലെ ബിസിനസ് തകരാതിരിക്കാനായിട്ടാണ് റാൻഡി ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ബേയുവിന്റെ ഭാര്യയായിട്ടുള്ള സീത്തിയെ വഴക്കൊന്നും പറയില്ല. സീത്തിയാണെന്നുണ്ടെങ്കിൽ പഠിച്ച കള്ളിയാണ്. അവള് ഈ ഒരു അടുക്കള പണിയൊന്നും എടുക്കാതിരിക്കാനായിട്ട് ചിക്കൻ ഷോപ്പിലേക്ക് വെറുതെ വന്നിരിക്കും. അവള് തന്നെ സ്കൂളിലേക്ക് നമ്മുടെ നീനയെ യാത്രയാക്കുകയാണ് റാൻഡി. കൂടെ ഗീതയുമുണ്ട്. ഗീതയുടെ കൂടെയാണോ മോള് പോകുന്നേ? എന്താ നിന്റെ അമ്മ നിന്നെ കൊണ്ടുവന്നാക്കില്ലേ? അപ്പോഴും അമ്മായിമ്മ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. വളരെ സമാധാനത്തോട് കൂടിയിട്ട് റാൻഡി അപ്പൊ കാര്യം പറഞ്ഞു. അമ്മേ, ചിക്കൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഗീത എന്തായാലും പുറത്തു പോകുന്നുണ്ടല്ലോ, തിരിച്ചു വരുമ്പോ ഗീതയുടെ കൂടെ തന്നെ അവള് വന്നോളൂ. ആ ശരി ശരി എന്നാണ് അപ്പൊ അമ്മായിമ്മ പറയുന്നത്. ഇന്നത്തെ ദിവസം റാൻഡിയുടെ ഭർത്താവായിട്ടുള്ള ബോവോ തിരികെ കപ്പൽശാലയിലേക്ക് ജോലിക്കായിട്ട് പോവുകയാണ്. സീതി ഗർഭിണി ആയതുകൊണ്ട് തന്നെ അനിയനായിട്ടുള്ള ബേയുവിന്റെ അടുത്ത് കുറച്ച് പൈസ കൊടുക്കുന്നു. അതിനുശേഷം അമ്മയ്ക്കും പൈസ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കടങ്ങൾ വീട്ടാൻ പൈസ ഇല്ല. അതൊക്കെ ബോവോ തന്റെ ഭാര്യയായിട്ടുള്ള റാൻഡിയുടെ അടുത്ത് പറയുകയാണ്. റാൻഡി അപ്പൊ പരാതിപ്പെടുന്നത് മറ്റൊന്നുമല്ല, അമ്മയും ബാക്കിയുള്ളവരൊക്കെ എന്നെ കുറ്റം പറയുമോ, നിങ്ങൾ എന്താണോ ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാത്തത്? വേറെ ഒന്നും വേണ്ട, എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ എന്നൊക്കെയാണ് ഇപ്പൊ റാൻഡി അവന്റെ അടുത്ത് പറയുന്നത്. നീ ഒന്ന് ക്ഷമിക്ക്, ഈ ജോലിയിൽ നിന്ന് അത്യാവശ്യം സാലറി കിട്ടിയതിന് ശേഷം നമുക്ക് വീട് മാറാം. അങ്ങനെ നമ്മുടെ ബോവോ ആ ഒരു കപ്പലിലും കയറി എങ്ങോട്ടോ പോയി. മറുവശത്ത് മാർക്കറ്റിൽ നടക്കുന്ന കോഴിപ്പോരിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ബോവോയുടെ അനിയനായിട്ടുള്ള ബേയു. ഇതെല്ലാം തന്നെ നമ്മുടെ റാൻഡി കാണുന്നുണ്ട്. അവൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇവന്റെ ഈ ഒരു കളി കാരണമാണ് കുടുംബത്ത് മര്യാദയ്ക്ക് പൈസ വരാത്തത്. അന്നത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോ ഈ ഒരു അമ്മായിമ്മ ഇരുന്ന് കരച്ചിലോട് കരച്ചില്. എന്താ അമ്മയെ കരയുന്നതെന്ന് പറഞ്ഞിട്ട് റാൻഡി ഓടി വന്നു. നോക്കുമ്പോൾ നീനയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും അവളിപ്പോ ഹോസ്പിറ്റലിൽ ICUലാണെന്നൊക്കെ പറയുന്നത്. റാൻഡി അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പോകുന്ന വഴിയിൽ ഒരു വയസ്സായ സ്ത്രീയെ അവള് അറിയാതെ ഇടിച്ചിടുന്നുണ്ട്. അവൾ അപ്പൊ തന്നെ സോറി പറഞ്ഞിട്ട് നേരെ ഗീതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഗീത അപ്പൊ ഇവളുടെ അടുത്ത് മാപ്പ് പറയുകയാണ്. ചേച്ചി, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി. അതിനു മുമ്പേ തന്നെ അവൾ റോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വണ്ടി ഇടിക്കുകയായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ തന്നെ നമ്മുടെ റാൻഡി അവരുടെ കാല് പിടിച്ച് കരയാനായിട്ട് തുടങ്ങി. എന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. അപ്പൊ തന്നെ ഈ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന്. എന്നിട്ട് ഇവരുടെ കയ്യിലേക്ക് ഒരു വലിയ ബില്ലും വെച്ചു കൊടുത്തു. ചില ആളുകളൊക്കെ മരിച്ചിട്ട് സ്ട്രക്ചറിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അത് തന്റെ മകളാണെന്നാണ് ഇപ്പൊ നമ്മുടെ റാൻഡി നോക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇവൾ നേരത്തെ ഇടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഇവളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കുന്നത്. ഇവൾക്ക് നേരെ ഒരു ഭക്ഷണപ്പൊതി നീട്ടുന്നുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. ഇപ്പൊ പൈസ ഒന്നും വേണ്ട, മോൾ ഇത് കഴിച്ചോ. മോളുടെ എല്ലാ വിഷമവും മാറാനുള്ള ഒരു വഴിയുണ്ട്. പക്ഷെ പിന്നീട് ഒരു തിരിഞ്ഞുപോക്കും ഉണ്ടാവില്ല. മോള് നല്ലോണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ ഇവളുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ശേഷം ഈ ഒരു സ്ത്രീ അപ്പൊ തന്നെ അവിടെ നിന്ന് നടന്നുപോയി.
ഗീത അങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ ഈ ഒരു സ്ത്രീ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഗീത ആരാ ചേച്ചി അത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നട്ടപ്പാതിരയ്ക്ക് കോഴിപ്പോരും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന ബേയു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിലും തിരികെ ഹോസ്പിറ്റലിലേക്ക് പോവൊന്നുമില്ല. കാരണം ബില്ലടക്കേണ്ടി വരുമല്ലോ. അമ്മായിമ്മ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദുഷ്ടിയാണ്. പക്ഷേ ഈ ഒരു നീനയുടെ കാര്യം വന്നപ്പോ ഈ ഒരു അമ്മായിമ്മ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുട്ടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതേ സമയം മറുവശത്ത് നമ്മുടെ റാൻഡിക്ക് ഹോസ്പിറ്റലിൽ ഒരു ബില്ല് കൊടുത്തിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന തുക അടച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തുക വളരെ ഭീമമാണ്. ഉടൻ തന്നെ അവള് വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഗീത പറയുന്നുണ്ട്, നമുക്ക് ഈ ഒരു വീട് വിറ്റിട്ട് ചെറിയൊരു വീട് വാങ്ങാം, എന്നിട്ട് ബാക്കി പൈസ നീനയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ബേയും സീത്തിയും ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. ഒരു കലഹവും ഉണ്ടാവും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഈ ഒരു അമ്മായിമ്മ പറയുന്നുണ്ട്, എന്തായാലും ബോ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന്. പക്ഷെ അപ്പോഴേക്കും എന്റെ മകള് ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ റാൻഡി പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അതൊന്നും കേൾക്കുന്നില്ല. ഈ ഒരു വീട്ടില് അവൾക്ക് ആകെപ്പാടി സമാധാനം കിട്ടുന്നത് ഗീതയിൽ നിന്ന് മാത്രമാണ്. ബോവോയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു വയസ്സായ സ്ത്രീ കൊടുത്ത കടലാസ് അവൾ തുറന്നു നോക്കുന്നത്. അതിലെ അഡ്രസ്സിലേക്ക് ഉടൻ തന്നെ നമ്മുടെ റാൻഡി പോവുകയാണ്. ഇതെല്ലാം തന്നെ ജനലിലൂടെ സീത്തി കാണുന്നുണ്ടായിരുന്നു. ഇവൾ എങ്ങോട്ടാണ് ഈ ഒരു യാത്രയിൽ പോകുന്നത് എന്നാണ് ഇപ്പൊ സീത്തി ചിന്തിക്കുന്നത്. മറ്റെങ്ങോട്ടുമല്ല, ആ ഒരു ബ്ലാക്ക് മാജിക് നടത്തുന്ന സ്ത്രീയുടെ അടുത്തേക്കാണ്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു സീനിലേക്ക് കടക്കുകയാണ്. തന്റെ മകളുടെ വൈയായിക മാറാനായിട്ട് ഇവളിപ്പോ ഇബ്ലീസിന്റെ മണവാട്ടിയവൻ തീരുമാനിക്കുകയാണ്. ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഈ ഒരു വയസ്സായ സ്ത്രീ കരിങ്കോഴിയുടെ കരള് പച്ചയ്ക്ക് ഇവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് റാൻഡിയെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തി സാത്താന്റെ മണിയറയിലേക്ക് കൊണ്ടുചെന്നാക്കുകയാണ് ഈ ഒരു സ്ത്രീ. പേടിച്ച് വിറച്ചാണെന്നുണ്ടെങ്കിലും നമ്മുടെ റാൻഡി ആ സ്ത്രീ പറയുന്നത് ഒക്കെ അക്ഷരം തെറ്റാതെ അനുസരിച്ചു. ശേഷം ഇവൾക്ക് പേടിയായി തുടങ്ങി. ഇബിലീസിന്റെ മണവാട്ടിയാവാനുള്ള ആ ഒരു മന്ത്രങ്ങളും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും മറ്റുമൊക്കെ അവളുടെ ചെവിയിൽ ഈ ഒരു മന്ത്രവാദിനി ഇപ്പൊ പറഞ്ഞു കൊടുത്തു. എല്ലാ ദിവസവും ഇത് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. കോഴിയുടെ തല, അതുപോലെ തന്നെ മൊട്ട, അതൊക്കെ വെച്ചിട്ട് ഇബിലിസിനെ രാത്രിയിൽ വിളിച്ചു വരുത്തണം. എന്നിട്ട് തന്റെ ശരീരം സമർപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു സ്ത്രീ മുറിയിൽ നിന്ന് പോയി. അപ്പോൾ തന്നെ ഇബ്ലീസ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് റാൻഡിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പുറത്താകട്ടെ ഈ ഒരു മന്ത്രവാദിനി എന്തൊക്കെയോ റിച്വലും മറ്റൊക്കെ ആരംഭിക്കുന്നു. കുറെ സമയത്തിന് ശേഷം ഇബ്ലീസ് തന്റെ പണി പൂർത്തിയാക്കി അവിടെ നിന്നും പോയി. ഇബ്ലീസിനെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു മൊട്ടക്കൂടോത്രവും അതുപോലെ തന്നെ കോഴിത്തലയുടെ കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു സ്ത്രീ അവൾക്ക് പറഞ്ഞു കൊടുത്തു. നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഇബ്ലീസ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും ഈ ഒരു മന്ത്രവാദിനി അവളോട് പറഞ്ഞു. ഈ സമയം വീട്ടില് ബേയു ആണെന്നുണ്ടെങ്കിൽ റോക്കി എന്ന് പറയുന്ന അവന്റെ കോഴിയെ കാണാനില്ല എന്ന് ഭാര്യയായിട്ടുള്ള സീറ്റിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോഴാണ് ഇവരുടെ അമ്മായിമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ, നീനയുടെ കാര്യങ്ങളൊക്കെ തിരക്കണ്ടേ എന്ന് പറഞ്ഞു തീർന്നില്ല, ദേ ആരോ വന്നിരിക്കുന്നു. ഇവരങ്ങനെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. നീനയും അതുപോലെ തന്നെ റാൻഡിയും ഗീതയും. ഒരു കുഴപ്പവുമില്ല നീനയ്ക്ക് ഇപ്പോൾ. അവളിപ്പോ നടക്കുന്നുണ്ട്. അതായത് അവളുടെ കാലിന് ചെറുതായിട്ട് ഒരു കുഴപ്പമുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളുടെ കാലിന് ഒരു പ്രശ്നവുമില്ല. അവളുടെ കാലിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള മുടന്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് കണ്ടപ്പോൾ തന്നെ സീതിക്ക് നല്ല സംശയം. കാരണം ഇത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാ മാറുന്നത്? റാൻഡി ആണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പോ സീത്തിയുടെയും ബേയുടെയും ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നത്. സീത്തി അപ്പൊ ഭർത്താവായിട്ടുള്ള ബേയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേട്ടാ ഇവളെങ്ങാനും ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന്. ഇപ്പൊ പകൽ സമയത്ത് പോലും റാൻഡി കഥ കടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഗീത അത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇപ്പൊ തന്നെ കഥ കടച്ചിട്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ എന്നാണ് അവള് പറയുന്നത്. സംഭവം ഇബ്ലീസിനെ വിളിച്ചു വരുത്തിയിട്ട് പരിപാടിയാണ്. ആർക്കും ഇത് അറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ സീതിക്ക് നല്ല സംശയമുണ്ട്. കാരണം പകൽ സമയത്ത് ഇവള് ജനലടയ്ക്കുന്നതൊക്കെ സീതി പുറത്തു നിന്ന് കാണുന്നുണ്ട്. ഈ കാര്യം ചോദ്യം ചെയ്യാനായിട്ട് സീതി ഉടനെ തന്നെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്ന ജനലും വാതിലും ഒക്കെ തുറന്നിട്ടു. അപ്പോഴാണ് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ഇവളങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ദേ റാൻഡിയും അതുപോലെ തന്നെ നീനയും സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ അകത്തുണ്ടായിരുന്നത് ആരാ? റാൻഡി അല്ലേ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇവൾക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. എന്തായി സംഭവിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. റാൻഡി ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് കയറി പോകുമ്പോ തന്നെ ഇവിടെ നോക്കിയിട്ട് ഒരുമാതിരി ചിരിച്ചിരിക്കുന്നുണ്ട്. റാൻഡിയുടെ ഈ ഒരു സ്വഭാവത്തെ പറ്റിയിട്ട് ഗീതയുടെ അടുത്തും ഇപ്പോ നമ്മുടെ സീതി പറയുന്നുണ്ട്. രാത്രിയിൽ മാത്രം അവൾ എന്തിനാ ഇങ്ങനെ കുളിക്കുന്നേ? അന്ത രാത്രി കുളിക്കാൻ പാടില്ലേ എന്നാണ് ഗീത അവളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇവിടെ ദേ റാൻഡിയുടെ അടുത്ത് കിടക്കുന്ന ഇബ്ലീസ് ഇപ്പോ അവളുടെ മകളായിട്ടുള്ള നീനയും കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. പാവൻ നീന ഇതൊന്നും അറിയുന്നില്ല. അന്ന് രാത്രി ആയപ്പോ
നമ്മുടെ സീതയുടെ ഭർത്താവായിട്ടുള്ള ബേയു കോഴിപ്പോരൊക്കെ കഴിഞ്ഞ് വളരെ തളർന്ന് അവശനായിട്ട് വരികയാണ്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, നൂഡിൽസ് ഉണ്ടാക്കി താ എന്ന് സീതയുടെ അടുത്ത് പറയാണ്. സീതയാണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ വെള്ളമൊക്കെ തിളപ്പിച്ച് നൂഡിൽസ് ഒക്കെ ഇടാനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് തവളകൾ അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരു തവളയാകട്ടെ ഈ ഒരു നൂഡിൽസ് ഇടാനായിട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക്, അതായത് തിളച്ച വെള്ളത്തിലേക്ക് ചാടി കിടക്കുകയാണ്. ഒരുവിധം സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു തവളയെ അവൾ അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. പെട്ടെന്നാണ് ഇവളുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഡോറ് ഓപ്പൺ ആവുന്നത്. അവിടെ അടുത്തായിട്ട് തന്നെ ഒരു കുളിമുറി ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവളെങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് അത് പകർത്താനായിട്ട് ആരംഭിച്ചു. നോക്കുമ്പോൾ നമ്മുടെ റാൻഡി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂടെ ആരും തന്നെ ഇല്ല. എന്തായാലും ഇത് മൊത്തം സ്പ്രെഡ് ആക്കണം, ഇവളെ ഒന്ന് നാണം കെടുത്തണം എന്നാണ് സീത് ഇപ്പൊ മനസ്സിൽ പറയുന്നത്. അപ്പോഴേക്കും കുളി കഴിഞ്ഞിട്ട് റാൻഡി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇവളെ നോക്കിയിട്ട് ഒരുമാതിരി ആക്കി ചിരിഞ്ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവള് പെട്ടെന്ന് തന്നെ കുളിമുറിയിലേക്ക് കയറി നോക്കിയപ്പോൾ ആരും തന്നെ ഇല്ല. അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും സംസാര വിഷയം എന്ന് പറയുന്നത് റാൻഡിയുടെ ആ ഒരു കുളി വീഡിയോ ആണ്. ഹാജി എന്ന് പറയുന്ന ആള് ഈ വിവരം നമ്മുടെ ഗീതയോട് പറഞ്ഞു. ഇതറിഞ്ഞ നമ്മുടെ റാൻഡി ആകട്ടെ ദേഷ്യത്തോട് കൂടിയിട്ട് സീറ്റിയുടെ അടുത്തേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിട്ട് നീയല്ലേ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ ഒരു ഗർഭിണിയാണ്, ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും റാൻഡി അതൊന്നും കാര്യമാക്കാതെ ഒരു വെട്ടുകത്തി എടുത്തിട്ട് അവൾക്ക് നേരെ വീശിയാണ്. പക്ഷെ പിന്നീടാണ് അവൾക്ക് ബോധം വന്നത്. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു. പതിവ് പോലെ തന്നെ നമ്മുടെ സീതയുടെ ഭർത്താവായിട്ടുള്ള ബേയു കോഴിപ്പോരൊക്കെ കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായിട്ട് വന്നു. എന്നും പറയുന്ന പോലെ അന്നും അവന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സീതി അടുക്കളയിലേക്ക് പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ റാൻഡി വന്നിട്ട് അതിലേക്ക് ഒരു തവള ഇട്ടതിന് ശേഷം കൈ അതിലേക്ക് തന്നെ മുക്കിയിട്ട് ആ ഒരു തവളയെ പച്ചയ്ക്ക് ഇവളുടെ മുൻപിൽ വെച്ച് കഴിക്കുകയാണ്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഓക്കാനം വരുന്നുണ്ട്. പക്ഷെ റാന്തി അത് കുർക്കുറെ തിന്നത് പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പേടിച്ച് വിറച്ച് നൂഡിൽസ് ഒക്കെ തയ്യാറാക്കിയിട്ട് ബെയ്യുവിന്റെ അടുത്തേക്ക് വീണ്ടും നമ്മുടെ സീതി റൂമിലേക്ക് വരികയാണ്. പക്ഷെ അവിടെ ബെയ്യുവിന് കാണാനില്ല. പകരം അങ്ങോട്ടേക്ക് നമ്മുടെ റാൻഡി വന്നിട്ട് അവളുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നു. ശേഷം ഗർഭിണിയായ അവളെ ക്രൂരമായിട്ട് തീർത്തു കളയുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ബേയു അന്ന് കോഴിപ്പൂരൊക്കെ കഴിഞ്ഞ് വന്നത്. റൂമിൽ സീതയെ കാണുന്നില്ല എന്ന് ഗീത നമ്മുടെ ബേയുവിന്റെ അടുത്ത് പറഞ്ഞു. എനിക്കെങ്ങാനും വയ്യ അവളെ നോക്കി നടക്കാനായിട്ട് എന്നും പറഞ്ഞ് ബേയു ഇപ്പൊ തന്നെ കിടക്കാനായിട്ട് പോവുകയാണ്. ഗീത വീടിന് പുറത്തും വീട്ടിനകത്തുമായിട്ട് ഒരുപാട് സ്ഥലത്ത് അവളെ തെരഞ്ഞു നടന്നു. പക്ഷെ എവിടെയും കണ്ടുകിട്ടിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ സീത ഇവിടെ നിന്ന് പോവാൻ കാരണം റാൻഡിയുടെ സ്വഭാവമാണെന്നാണ് ഇപ്പൊ അമ്മായിമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു അമ്മായിമ്മ ഇപ്പൊ സീതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൾ കരയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തില് നമ്മുടെ സീതയല്ല സംസാരിക്കുന്നത്, അത് ഇബ്ലീസ് ആയിരുന്നു. പക്ഷെ ഈ ഒരു അമ്മായിമ്മയ്ക്ക് അതറിയില്ലല്ലോ. പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ ഒരു വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഈ ഒരു അമ്മായിമ്മയ്ക്ക് മനസ്സിലായി. അന്ന് രാത്രി കൊച്ചു നീന കളിപ്പാട്ടം കൊണ്ട് കളിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഗീതയാകട്ടെ വീടിന് പുറകുവശത്തെ ഇവരുടെ ഈ ഒരു ചിക്കൻ വേസ്റ്റുകളൊക്കെ തള്ളുന്ന കുഴിയിൽ നിന്ന് എന്തോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. ഉടൻ തന്നെ അവൾ ക്യാമറ ഉപയോഗിച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ ഒന്നും തന്നെ അവൾക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്തോ ഒരു മുരൾച്ചയൊക്കെ അവിടുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു ധൈര്യമില്ലായിരുന്നു അങ്ങോട്ടേക്ക് പോയി നോക്കാനായിട്ട്. മറുവശത്ത് നീനയുടെ കളിപ്പാട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കുളിമുറിയിലേക്ക് അറിയാതെ വീണു പോവുകയാണ്. അങ്ങോട്ടേക്ക് പോയ നമ്മുടെ നീനയാകട്ടെ എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്. നീനയുടെ ശബ്ദം കേട്ട ഗീത അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് നീനയെ സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ റാൻഡി വീണ്ടും കോഴിത്തലയും മുട്ടയൊക്കെ വെച്ചിട്ട് ഇബ്ലീസിനെ വീണ്ടും വിളിച്ചു വരുത്തുന്നു. ശേഷം ആ ഒരു കുഴിയിലേക്ക് വേസ്റ്റ് ഇടാനായിട്ട് അവൾ പോവുകയാണ്. ഇപ്പൊ അവൾക്ക് സ്വബോധത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലായിട്ട് എന്തോ കിടക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു ഡ്രസ്സ് അവൾ വലിച്ചെടുക്കാനായിട്ട് നോക്കി. പക്ഷേ അതിലൊരു കൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ അവൾ ആ ഒരു മന്ത്രവാദിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മന്ത്രവാദി അപ്പൊ പറയുന്നത് ഇതിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഇനി ഇല്ല എന്നാണ്. നീ ഇപ്പോൾ ഇബ്ലീസിന്റെ ഭാര്യയാണ്. നിനക്കെതിരെ തിരിയുന്നവരെല്ലാവരും തന്നെ ഇബ്ലീസിന്റെയും ശത്രുക്കളാണ്. മറ്റെല്ലാവരെയും വകവരുത്താനായിട്ട് ഇപ്പോ ഇബ്ലീസ് ഉപയോഗിക്കുന്നത് നമ്മുടെ റാൻഡിയുടെ ശരീരമാണ്. ജീവിതകാലം മുഴുവൻ നീ ഇത് സഹിച്ചേ പറ്റൂ എന്നും ആ ഒരു മന്ത്രവാദിനി പറഞ്ഞു. ഇതറിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞാണ് നമ്മുടെ റാൻഡി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എന്നിട്ട് സ്വന്തം ഭർത്താവുമൊത്തുള്ള ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ അവൾ ഓർക്കുന്നു. മറുവശത്ത് ഇബ്ലീസ് തന്റെ അടുത്ത പണിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നടക്കുന്ന കോഴിപ്പൊരില് പതിവില്ലാതെ നമ്മുടെ ബേയുവിന്റെ കോഴി തോൽക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിലായിട്ട് ഒരു സ്ത്രീയെ അവൻ അപ്പോൾ തന്നെ കാണുന്നു. സംശയം തോന്നിയ അവനാകട്ടെ ആ ഒരു സ്ത്രീയെ പിന്തുടർന്നു. നമ്മുടെ സീറ്റിയുടെ രൂപമുള്ള ഒരു സ്ത്രീയായിരുന്നു അത്, അതും ഒരു പ്രേത രൂപം. പക്ഷെ പിന്നീട് ആ ഒരു സ്ത്രീ അവൻ കണ്ടില്ല. നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള അവനാകട്ടെ കോഴി വേസ്റ്റ് ഇടുന്ന ആ ഒരു കുഴിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. തന്റെ ഭാര്യയുടെ ശവശരീരം അവിടെ നിന്നും അവന് ലഭിച്ചു. സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ അവൻ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് റാൻഡിയെ വഴക്ക് പറയുകയാണ്. എല്ലാവരും തന്നെ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു.
ശേഷം നമ്മുടെ റാൻഡി ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോഴാണ് ഈ അമ്മായിമ്മ പറയുന്നത്, ഇതാരും പുറത്തറിയരുത്, നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് മാനക്കേട് എന്നും പറഞ്ഞുകൊണ്ട് ബെയ്യുവിനെ കൊണ്ട് തന്നെ സീത്തിയുടെ ശവശരീരം വീടിന് പുറകുവശത്തായിട്ട് തന്നെ മറവ് ചെയ്യിക്കുന്നു. മകളായിട്ടുള്ള നീനയ്ക്ക് ഇപ്പോ അമ്മയെ കാണുന്നത് പോലും പേടിയാണ്. അമ്മ സീറ്റിയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീന ഇപ്പോ റാൻഡിയുടെ അടുത്തേക്ക് പോലും വരുന്നില്ല. സീറ്റി പോയ ദുഃഖത്തില് ആ ഒരു കുഴിമാടത്തിന് മുമ്പിലായിട്ടിരിക്കുന്ന ബെയ്യുവിന്റെ അടുത്തേക്ക് അപ്പൊ തന്നെ റാൻഡി വരികയാണ്. അടുത്തുണ്ടായിരുന്ന ആ ഒരു കോഴിക്കൂട്ടിലേക്കാണ് അവൾ കയറി പോകുന്നത്. സംശയം തോന്നിയ നമ്മുടെ ബെയ്യു ആകട്ടെ അവളുടെ പിന്നാലെ പോയി. റാൻഡിയുടെ ദേഹത്ത് ഇബ്ലീസ് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബെയ്യുവിനെ വളരെ ക്രൂരമായിട്ട് തീർത്തു കളയുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് ബോധം വരുന്നത്. നോക്കുമ്പോ തന്റെ മുമ്പില് ഈ ഒരു ബെയ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഗീതയും ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. എന്താണ് ചേച്ചി സംഭവിച്ചതെന്ന് ഗീത ചോദിച്ചു. പക്ഷെ ഒന്നും പറയാതെ റാൻഡി തിരികെ വീട്ടിലേക്ക് തന്നെ ഓടിക്കേറുകയാണ്. എന്നിട്ട് റൂമിൽ കയറി വാതിലടച്ചു. ഇതാ നടന്നതെന്ന് ചേച്ചി പറ എന്ന് ഗീത നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഗീതയുടെ അടുത്ത് നമ്മുടെ റാൻഡി പറയുന്നുണ്ട്, ഈ ഒരു വീട്ടില് എനിക്ക് നിന്നോട് മാത്രമാണ് കുറച്ചെങ്കിലും സ്നേഹമുള്ളത്, അത് നീ കളയരുത്, നീ എന്നോടൊന്നും ചോദിക്കരുത് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അമ്മായിയമ്മ വീണ്ടും പറഞ്ഞു, ഈ ഒരു മരണവിവരം ആരും അറിയരുത്. ശേഷം നമ്മുടെ ഗീത തന്നെയാണ് സഹോദരനായിട്ടുള്ള ബെയ്യുവിനെയും മറവ് ചെയ്യുന്നത്, അതും അവരുടെ പുരയിടത്തിൽ തന്നെ. അമ്മായിയമ്മ അപ്പൊ പറയുന്നുണ്ട്, ഹാജിയെ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുത്തണമെന്ന്. നമ്മുടെ സിനിമയുടെ തുടക്കത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരനെ, അയാളൊരു ഷാമാൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ്, ആ ഒരു പരിവേഷമുള്ള ഒരാളാണ്. നീനയാകട്ടെ തന്റെ അമ്മയെ ജനലിലൂടെ നോക്കുമ്പോൾ അവൾക്ക് പേടിയാവുന്നുണ്ട്. കാരണം അമ്മ ആകെ മാറിപ്പോയിരിക്കുന്നു. വൈകാതെ തന്നെ ഹാജി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു. അതുമായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ തലയിടരുത് എന്നുള്ള ഒരു താക്കീതും നമ്മുടെ റാൻഡിയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടായിരുന്ന ഇബ്ലീസ് ഹാജി ഉസ്താദിന് നൽകി. ശേഷം ഇതേ വർത്തമാനം തന്നെയാണ് ഗീതയുടെ ചെവിട്ടിൽ വന്നിട്ടും പറയുന്നത്. പക്ഷെ ഗീത തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ റാൻഡിയെ കാണാനില്ല. മുറിയിലിരിക്കുന്ന റാൻഡി എങ്ങനെയാണ് തന്റെ അടുത്ത് വന്ന് പറയുന്നത്? അവളാകെ പേടിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ കപ്പൽശാലയിലെ പണിയൊക്കെ പൂർത്തിയാക്കി ബോവോ തിരികെ വീട്ടിലേക്ക് എത്തി. നടന്ന കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ ബോവ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്നറിയാതെ. അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് നമ്മുടെ ബോവ ഇപ്പൊ പറയുന്നത്. പക്ഷെ മകളായിട്ടുള്ള നീന പറയുന്നുണ്ട്, പഴയ അമ്മയല്ല അച്ഛ ഇപ്പൊ ഉള്ളത്, ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട് എന്നും പറഞ്ഞുകൊണ്ട് ബോവോ ഇപ്പൊ മുറിയിൽ പോയിട്ട് മുട്ടാനായിട്ട് തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും അവൾ വാതിൽ തുറക്കുന്നില്ല. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൾ വാതിൽ തുറന്നിട്ട് പറയാണ്, നിനക്ക് ഇതിനുള്ളിലേക്ക് കടക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞ് അവൾ വാതിൽ കൊട്ടിയടച്ചു. ഭർത്താവിന്റെ ഒരു ഗതികേടെ. അന്ന് രാത്രി ഹാളിലുണ്ടായിരുന്ന സോഫയിലാണ് നമ്മുടെ ബോവ കിടന്നുറങ്ങിയത്. രാത്രിയിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേട്ടിട്ട് അവൻ ആ ഒരു ഡോറിന്റെ കീഹോളിലൂടെ നോക്കുകയാണ്. അവൻ ഞെട്ടിപ്പോയി. തന്റെ ഭാര്യ ഇബ്ലീസുമായി ശരീരം പങ്കിടുകയാണ്. ഇബ്ലീസിനെ അവന് കാണാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ തന്റെ ഭാര്യ സുഖം കൊണ്ട് പൊളയുന്നത് കണ്ടപ്പോ തന്നെ അവന് കാര്യം പിടികിട്ടി. പിന്നീട് വീണ്ടും ആ ഒരു കീഹോളിലൂടെ നോക്കാനായിട്ട് നിന്നപ്പോഴാകട്ടെ ആ ഒരു ഇബ്ലീസ് അവന്റെ മുമ്പിൽ, അതായത് ആ ഒരു കീഹോളിന്റെ അപ്പുറത്തായിട്ട് തന്നെ അവനെ പേടിപ്പെടുത്താനായിട്ട് വരികയാണ്. അതൊട്ടും തന്നെ അവൻ പ്രതീക്ഷിച്ചില്ല. അടുത്ത ദിവസം മുതൽ നമ്മുടെ ബോവോ റാൻഡിയെ കുളിമുറിയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അതും ചങ്ങലക്കിട്ട്. അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാനായിട്ട് ഇപ്പൊ നീനയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മകളായിട്ടുള്ള നീനയെ ഒന്നും തന്നെ ഈ ഒരു ഇബ്ലീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ചങ്ങല പൊട്ടിച്ചു കൊടുക്കാനായിട്ടാണ് റാൻഡി ആവശ്യപ്പെടുന്നത്. അവളുടെ മുഖവും ഭാവവും എല്ലാം തന്നെ മാറിപ്പോയിരുന്നു. മറുവശത്ത് ഗീതയ്ക്ക് സംശയം തോന്നിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടായിരുന്ന വയസ്സായ സ്ത്രീയെ തേടി പോവുകയാണ് ഗീതയും ബോവോയും. അവരെ ഒരുപാട് സ്ഥലത്ത് തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. നമ്മുടെ നീന മാത്രമാണ് വീട്ടിലുള്ളത്. പിന്നെ അമ്മായിയമ്മയുണ്ട്. പക്ഷെ ആ ഒരു ഇബ്ലീസ് വന്നിട്ട് ആ ഒരു അമ്മായിയമ്മയും തീർത്തു കളയുകയാണ്. അടുക്കളയിലേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ നീന ഞെട്ടിപ്പോയി. അവളുടെ മുത്തശ്ശിയുടെ കഥ കഴിച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു ഇബ്ലീസ്. അപ്പോഴേക്കും ബോവോയും ഗീതയും വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇബ്ലീസ് കയറിയിട്ടുള്ള റാൻഡി ആകട്ടെ ഇവരെ രണ്ടുപേരെയും ആക്രമിക്കുകയാണ്. ഗീതയെ വലിച്ചഴച്ചുകൊണ്ട് വീടിന് പുറകുവശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് തടയാനായിട്ട് അപ്പോഴേക്കും ബോവോയും വന്നു. പക്ഷെ ബോവോയെ അപ്പൊ തന്നെ വലിയ ഒരു കത്രിക ഉപയോഗിച്ചുകൊണ്ട് തീർത്ത് കളയുകയാണ്. അവളുടെ ശരീരത്തിൽ നിന്ന് അപ്പോഴേക്കും ഇബ്ലീസ് പോയി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇബ്ലീസ് അവളുടെ ദേഹത്തേക്ക് പ്രവേശിച്ചിട്ട് ഇപ്പൊ ഗീതയെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റാൻഡി പെട്ടുകിടക്കുന്ന ആ ഒരു സ്ഥലത്ത് അവൾക്കൊരു വിഷൻ വരികയാണ്. തന്റെ മകള് തന്നെ വിളിക്കുന്നു. സ്വബോധം വന്ന റാൻഡി ഇപ്പൊ ഗീതയോട് ആവശ്യപ്പെടുകയാണ്, എന്റെ മകളെയും കൊണ്ട് ഇവിടെ നിന്നും എത്രയും ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം നീ പോവുക. കുറ്റബോധം കൊണ്ട് റാൻഡി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്നു. അപ്പോഴേക്കും ട്രക്കുമെടുത്ത് നമ്മുടെ ഗീതയും നീനയും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് നാട്ടുകാര് ഓടിക്കൂടുന്നുണ്ട്. ഹാജി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഒരു കുടുംബം ഒന്നടങ്കം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ആകെ ശേഷിക്കുന്നത് ഇനി നമ്മുടെ ഗീതയും അതുപോലെ തന്നെ നീനയും മാത്രം. പക്ഷെ ഇവരെ തേടിയും
ആ ഒരു വയസ്സായ മന്ത്രവാദിനി അങ്ങോട്ടേക്ക് വരികയാണ്. നീനയുടെ കാലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയതുപോലെ ആയിട്ടുണ്ട്. അതായത് ആ ഒരു മുടന്തും മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരങ്ങട്ടെ ആ ഒരു അലമാര തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിലായിട്ട് നമ്മുടെ ഇബ്ലീസിന്റെ മണവാട്ടിയാവാനുള്ള ആ ഒരു വിവാഹവസ്ത്രം ഉണ്ടായിരുന്നു. ഈ ഒരു വയസ്സായ മന്ത്രവാദിനിയാകട്ടെ പുറത്തു നിന്ന് നമ്മുടെ ഗീതയെ തന്നെ നോക്കുന്നുമുണ്ട്. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഏകദേശം 2 ആഴ്ച മുമ്പേ ഞാൻ ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാ എക്സ്പ്ലെയിനേഴ്സും ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.